നമ്മളിപ്പോൾ ആറന്മുള അപ്പൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഐതിഹ്യങ്ങളും പലവിധ ആചാരങ്ങളുമുള്ള ഒരു സന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഈ വള്ളസദ്യ, അല്ലെങ്കിൽ പള്ളിയോടത്തിൽ അവരെ എഴുന്നള്ളിച്ച് ഭഗവാനെ കൊണ്ടുവന്ന് ഇത് കൊടുത്ത് ഇവിടെ പറയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ആറന്മുള വള്ളസദ്യയുടെ ഐതിഹ്യം പറയുവാണെങ്കിൽ ആദ്യകാലങ്ങളിൽ പണ്ട് വള്ളങ്ങളിൽ ആളുകൾ വന്ന് തൊഴുതു പോകത്തേയുള്ളായിരുന്നു. അത് അഷ്ടമി രോഹിണി നാണ്. പിന്നീട് ഒരിക്കൽ മഹാരാജ ഇവിടെ തൊഴാൻ വന്നപ്പോൾ അന്നാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്, ഇവിടെ വള്ളക്കാർ വന്നു, പക്ഷെ അവർക്ക് കഴിക്കാൻ ഭക്ഷണമൊന്നുമില്ലായിരുന്നു. പിന്നീട് മഹാരാജാവ് ഏറ്റെടുത്ത് അന്ന് 28 വള്ളങ്ങളുണ്ടായിരുന്ന എല്ലാ വള്ളങ്ങൾക്കും എല്ലാ വിഭവങ്ങളോടുള്ള സദ്യ ഏർപ്പെടുത്തി കൊടുക്കുമായിരുന്നു. അന്ന് അവിടുത്തെ ഭരണാധികാരികളായിരുന്നു അതെല്ലാം ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് വന്ന് ആളുകൾ അത് നേർച്ചയായും ആഗ്രഹങ്ങളുമായി അന്നദാനം പ്രസാദിക്കുവാണ് ആറന്മുള കർഷകർ. അതാണ് ഇതിൻ്റെ ഐതിഹ്യം. ഭഗവാന് ഇഷ്ടമായ വഴിപാടാണ് വള്ളസദ്യ നടത്തുക എന്ന്. വള്ളസദ്യ നടത്തുക എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളിലൊന്നാണ്. അങ്ങനെ എല്ലാവർക്കും കിട്ടില്ല, എങ്കിലും കിട്ടുന്നവരെ നല്ലതായി നടത്തുന്നു. കൂടുള്ള ഭക്തന്മാരും അതിനായി അനുകരിക്കുന്നു, കൂടെ നിൽക്കുന്നു. അതുകൊണ്ട് സർവ ഐശ്വര്യമുള്ള ഭഗവാൻ എല്ലാവർക്കും തുല്യമായുള്ള നീതിയും എല്ലാം തരുന്നൊരു ക്ഷേത്രമാണ് തിരുവാറന്മുള. ഓണത്തോടനുബന്ധിച്ച് ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നായ വള്ളസദ്യയിൽ പങ്കെടുക്കാനാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. ഇതിനു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായത്. എൻ്റെ പ്രിയ സഹോദരൻ ശ്രീ PD രവീന്ദ്രൻ നടത്തുന്ന ഈ വള്ളസദ്യയിൽ പങ്കെടുക്കാൻ ഇപ്പോൾ ഈ വർഷം എനിക്കൊരു ഭാഗ്യമുണ്ടായി. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉള്ളതുകൊണ്ടാണ് അത് സാധിച്ചത് എന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും ഉണ്ടാകട്ടെ, അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം. രണ്ടായിരത്തി 12 എൻ്റെ ഒരു വഴിപാടാണ്. എനിക്കൊരു അസുഖം വന്ന സമയത്ത് ഒരു GBS എന്ന് പറയുന്ന ഒരു അപൂർവ രോഗം ബാധിച്ചു. 3 മാസത്തോളം ഞാൻ അമൃതയിൽ തന്നെയായിരുന്നു ട്രീറ്റ്മെൻറ്റ്. അസുഖം വന്ന് ഞാൻ വളരെ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു കിടന്നു. ആ സമയത്താണ് ഇങ്ങനൊരു വഴിപാടിനെ സംബന്ധിച്ച് മനസ്സിൽ ചിന്ത വന്നതും അങ്ങനെ നമ്മൾ ആ വഴിപാട് നടത്തിയേക്കാമെന്ന് പ്രാർത്ഥിച്ച് പറയുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ 2012 എൻ്റെ ഒരു വഴിപാടാണ് ഇപ്പോൾ ഈ വള്ളസദ്യ ഈ ആറന്മുള ക്ഷേത്രത്തിൽ ഞാൻ നടത്തുന്നു. ഇത് എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ വള്ളമാണ്. ചെങ്ങന്നൂരിനടുത്തുള്ള പ്രയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പഴയ പള്ളിയോട സേവാ സംഘത്തിൻ്റെ പ്രസിഡന്റ് S. രാജൻ ചേട്ടൻ ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു വള്ളമാണ്. ആ വള്ളത്തിനെയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നതുകൊണ്ട് അന്ന് മുതലേ അവരുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. എൻ്റെ അസുഖ സമയത്തൊക്കെ അവർ എന്നെ കാണാനും മറ്റുമൊക്കെ ആയിട്ട് നിരന്തരം വരികയും വളരെ കാലത്തെ ബന്ധം കൊണ്ടാണ് ആ വള്ളത്തിന് തന്നെ ഞാൻ കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തത്. ഞാൻ പ്രയാർക്കരയുടെ സെക്രട്ടറിയാണ്. ഞങ്ങൾ 1950 മുതൽ ഞങ്ങൾക്ക് പള്ളിയോടം ഉണ്ടായിരുന്നു. കാലപ്പഴക്കത്താൽ ജീർണിച്ച് പോയതിനു ശേഷം ഞങ്ങൾക്ക് വർഷങ്ങളോളം പള്ളിയോടം ഇല്ലായിരുന്നു. ദേവപ്രശ്ന വിധിപ്രകാരം പള്ളിയോടം കരയ്ക്ക് ആവശ്യമാണെന്നുള്ള ഇത് വന്നതിന് ശേഷം 2009 ഞങ്ങൾ അയിരൂർക്കരയിൽ നിന്നും പള്ളിയോടം വാങ്ങിച്ചു. അത് 2012 ഞങ്ങൾ പുതുക്കിപ്പണിഞ്ഞു. പള്ളിയോടം എന്ന് പറയുന്നത് നാഗരാജാവായ അനന്തൻ്റെ സങ്കല്പം, നാഗരാജാവ് അനന്തൻ എന്നുള്ള സങ്കല്പത്തിലാണ് പള്ളിയോടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ അങ്ങനെയാണ്. പള്ളിയോടത്തിന് ഏറ്റവും മുന്നിലുള്ള ഭാഗത്ത് അണിയമെന്നും പിൻഭാഗത്ത് ഉയർന്നിരിക്കുന്ന ഭാഗത്തിന് അമരമെന്നുമാണ് പറയപ്പെടുന്നത്. ഈ അമരത്തിൽ ഒരു
ആനയ്ക്ക് നെറ്റിപ്പട്ട ഇടുന്നത് പോലെ അമരത്തിനൊരു ചാർത്തിടും. അതിന് അമരച്ചാർത്തെന്നാണ് പറയുക. അമരച്ചാർത്തിലെ 9 കുമിളകളുണ്ട്. ഈ 9 കുമിളകൾ നവഗ്രഹങ്ങളെ പ്രതിദാനം ചെയ്യുന്നു, അല്ലെ നവഗ്രഹങ്ങൾ എന്ന സങ്കല്പമാണ്. അതേപോലെ തന്നെ വള്ളത്തിൻ്റെ അമരത്തിൻ്റെ ഇടതുഭാഗത്തും വലതുമായിട്ട് 2 കുമിളകളുണ്ട്. അതിൻ്റെ കുമിളകളുടെ പേര് കന്നക്കുമിളകൾ എന്നാണ്. കന്നക്കുമിളകളിൽ ഒന്ന് സൂര്യനെയും മറ്റൊന്ന് ചന്ദ്രനെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അമരത്ത് ഇപ്പോൾ കാണുന്ന കൊടി, അതിൻ്റെ പേര് ബാണക്കൊടി എന്നാണ്. ബാണക്കൊടി അത് അഗ്നിയാണ് പ്രതിദാനം ചെയ്യുന്നത്. അഗ്നി എന്നുള്ള സങ്കല്പത്തിലാണ്, ഹോമകുണ്ഡത്തിൽ നിന്ന് ഉയർന്നു വരുന്ന അഗ്നിയാണ് ആ ബാണക്കൊടി പ്രതിദാനം ചെയ്യുന്നത്. ഈ പള്ളിയോടത്തെ അതിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നത് 4 വലിയ നയമ്പുകൾ ഉപയോഗിച്ചാണ്. ആ വലിയ 4 നയമ്പുകളുടെ പേര് അടനയമ്പുകളെന്നാണ്. അതുപോലെ വള്ളത്തെ തുഴയുന്നത് 64 പേരാണ്. 64-ൽ കുറവുണ്ട്, 64-ൽ കൂടുതലുണ്ടാവും. നമ്മളുടെ വള്ളത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് വെടിത്തടി അഥവാ കാറ്റുമറയിൽ 10 നിലയാളുകളാണ്. അതുപോലെ കാറ്റുമറയിൽ ഉയർത്തിപ്പിടിക്കുന്ന മുത്തുക്കുട അഥവാ അലുക്കിട്ടുകുട, ഇത് ഭഗവാന്റെ നാഭിയിൽ നിന്ന് വരുന്ന താമര എന്ന സങ്കല്പമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ പള്ളിയോടങ്ങൾ തിരുവാറന്മുളയപ്പൻ്റെ പള്ളിയോടങ്ങൾ അണ്ടകടാഹങ്ങൾ എന്ന് പറയും.
പായസമേ അതുകൊണ്ടുവാ തിരുവാറന്മുളയപ്പന്റെ ആ തിരുവാർപ്പിൽ നേദിച്ച ആ ശർക്കര പായസമേ അതിവിടെ കൊണ്ടുവാ. വൻപാർന്ന പർപ്പിടകം അൻപോട് കൂട്ടിയുണ്ണ നല്ലൊരു തുമ്പമലരിൻ നിറമാർന്ന ചോറത് വിളമ്പിടേ അത് കൊണ്ടുവാ.